ഒരിക്കലും എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ വീട് വെക്കുന്നത്. സെൽഹാനോട് സെൽഹാനോട് ചോദിച്ച സമ്മതത്തോടെയാണ് ഈ വീട് വെക്കുന്നത്. വേറെ പ്രത്യേക കാരണം, നമ്മൾ 20 സെന്റ് സ്ഥലം സെൽഹ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അപ്പോൾ ആ സ്ഥലത്ത് വീട് കെട്ടും വേണം, അപ്പോൾ അതിനൊക്കെ ക്യാഷ് വേണ്ട. ഇത് വിറ്റ് പിന്നെ യൂട്യൂബിൽ എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കൊണ്ടൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് യൂട്യൂബിൽ ഞാൻ വന്നാലും എന്നെ വരുത്തിയതാണ്. എനിക്ക് വരുമാനത്തിന് വേണ്ടിയല്ല യൂട്യൂബ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് 4-5 ഷോപ്പ് സ്റ്റേഡിയത്തിലുണ്ട്, അത്യാവശ്യം നല്ല വരുമാനം ഉണ്ട് അൽഹംദുലില്ലാഹ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സിലു ടോക്ക് സെൽഹ അവർക്ക് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഇതിന് മുന്നേ നമ്മൾ 2 വീഡിയോ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അവരുടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് അവർ ഇറങ്ങി വരാനുണ്ടായ ഒരു കാരണം എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരുപാട് കമൻറ്റുകൾ അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പുറത്തും അതുപോലെ തന്നെ ഇത്തരം വീഡിയോ ചെയ്യുന്ന റിയാക്റ്റിംഗ് വീഡിയോൻ്റെ താഴത്തെല്ലാം ആൾക്കാർ ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഏവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഗഫൂർ ഖാനോട് തീർച്ചയായിട്ടും എതിരഭിപ്രായം തന്നെയാണ്. മക്കളുടെ മുന്നിൽ വെച്ച് ഇത്തരം ഒരു അക്രമം ഒരിക്കലും ഒരു ഭർത്താവും അല്ലെങ്കിൽ ഒരു അച്ഛനും അല്ലെങ്കിൽ ഒരു ഏട്ടനും ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി പാടില്ല. കുട്ടികളാണ്, തീർച്ചയായിട്ടും അവർ ചെറിയ വയസ്സുള്ള ആൾക്കാരാണ്. പെട്ടെന്ന് അവരുടെ മനസ്സിൽ ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായി പോയി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. തീർച്ചയായിട്ടും അത് 100% തെറ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമല്ല. പക്ഷേ ഈ ഒരു കാരണമുണ്ടായ സമയത്താണ് നിയന്ത്രണം വിട്ട് നമ്മുടെ സിലു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കാര്യമായിട്ട് യൂട്യൂബിലെല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെ ആയാലും ഇത്തരം ഒരു പ്രകോപനം ഉണ്ടാവാൻ പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർ തമ്മിലുണ്ടായ ഒരു ടോക്കിൻ്റെ പുറത്ത് പെട്ടെന്ന് ഷോർട്ട് ബേഡായ അദ്ദേഹത്തിനുണ്ടായ ഒരു പ്രകോപനം തന്നെയാണ് അത്തരത്തിൽ ആ കസാല ചവിട്ടിത്തെറിപ്പിക്കുന്ന ഒരു രംഗത്തിലേക്ക് പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല അവരുടെ പെട്ടെന്നുള്ള ഈ വേർപിരിയലിലേക്കൊന്നും നയിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. പക്ഷേ അവരുടെ വേർപിരിയലിനെ കുറിച്ചിട്ടും തീർച്ചയായിട്ടും അവർ ഇപ്പോഴും ഡിവോഴ്സ് അല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അവർ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസം അവർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ തീർച്ചയായിട്ടും 5 മക്കളെയും കൂട്ടിയിട്ട് ആ സ്ത്രീ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുമ്പോൾ ആ വീടും സ്ഥലവും എല്ലാം വിറ്റ് പെറുക്കിക്കൊണ്ട് എന്തിനാണ് ഗൾഫിലേക്ക് പോകുന്നത്, ആ മക്കൾക്ക് കൊടുത്തൂടെ എന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറഞ്ഞിരുന്നു. പക്ഷേ എന്താണ് സത്യം എന്നത് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ഇപ്പോൾ റിവീൽ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആദ്യമായിട്ട് അദ്ദേഹത്തിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്കതൊന്ന് കേൾക്കാം. അതിൽ ഒന്നാമത്തെ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ കമൻസ് ചോദിച്ചിട്ടുണ്ട്, ഈ വീട് മക്കൾക്ക് കൊടുത്തൂടെ എന്തിനാ വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ വീട് വെക്കുന്നത്. സെൽഹാനോട് സെൽഹാനോട് ചോദിച്ച സമ്മതത്തോടെയാണ് ഈ വീട് വെക്കുന്നത്. വീട് വെക്കുന്നതിന് പ്രത്യേകം ഇങ്ങനെ വീട് ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ വീട് ഇങ്ങനെ ഇടാൻ പറ്റില്ല. ഇട്ട് കഴിഞ്ഞാൽ കേട് വന്നു പോകും, വാടക കൊടുത്താലും ശരിക്കും നോക്കിയൊന്നും വരില്ല. അതുകൊണ്ടൊക്കെയാണ് വിൽക്കണ. വേറെ പ്രത്യേക കാരണം, നമ്മൾ 20 സെന്റ് സ്ഥലം സെൽഹ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അപ്പോൾ ആ സ്ഥലത്ത് വീട് കെട്ടും വേണം, അപ്പോൾ അതിനൊക്കെ ക്യാഷ് വേണ്ട. ഇത് വിറ്റ് കഴിഞ്ഞാൽ ആ ക്യാഷ് അതിന് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ മക്കൾക്ക് തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ചെലവിന് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെലവ് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്, ഫുൾ ചെലവ് എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് പോരാത്തതിന് ഫീസ് എല്ലാം അത് ലൈഫ് ടൈം എൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ ഒരിക്കലും മാറ്റില്ല, അതായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും അങ്ങനെ വേവലാതി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ട, എല്ലാം ചെയ്യുന്നുണ്ട്. പരസ്പര സമ്മതത്തോടു കൂടി, സിലുവിൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ആ വീട് വിൽപ്പന നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് സത്യം. തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു തെറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിനുശേഷം സിലുവിൻ്റെ പേരിൽ വാങ്ങിയ 20 സെന്റ് സ്ഥലത്ത് പുതിയ വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട് വിൽക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് പുറത്ത് തന്നെയാണ് ഈ വീട് വിൽപ്പന നടത്തുന്നതും അതിൽ നിന്ന് കിട്ടുന്ന സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഒരു വീട് ആ സ്ഥലത്ത് നിന്ന് മാറ്റി അതിൻ്റെ അടുത്തുള്ള 20 സെന്റ് സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ വീട് വിൽപ്പന നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് സത്യം. ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ക്ലാരിഫിക്കേഷൻ വന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഇപ്പോൾ യൂട്യൂബിൽ വരാനുള്ള കാരണം എന്ത് എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? ഇത്രയും കാലം ഗഫൂർ ഖാൻ ഒന്നും മിണ്ടാറില്ല, ഇപ്പോഴാണ് ഗഫൂർ ഖാൻ്റെ സൗണ്ട് ഒന്ന് കേട്ടത് എന്ന രീതിയിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ നമുക്കും വന്നിരുന്നു. എന്താണ് യൂട്യൂബിലേക്ക് ഇപ്പോൾ വരാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം, അതുകൂടി കേൾക്കാം. പിന്നെ യൂട്യൂബിൽ എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കൊണ്ടൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് യൂട്യൂബിൽ ഞാൻ വന്നാലും എന്നെ വരുത്തിയതാണ്. പിന്നെ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം ഒരു കമൻറ്റ് എൻ്റെ വാട്സപ്പിൽ സാധനത്തിന് വേണ്ടി കമൻസിൽ യൂട്യൂബ് നമ്പറും GPay നമ്പറൊക്കെ അദ്ദേഹങ്ങളൊക്കെ പിൻ ചെയ്യാൻ അടക്കം അറിയില്ല, അതാവസ്ഥ. പിന്നെ വരുന്ന വോയിസ് ഓവർ കൊടുക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല, ഒക്കെ പഠിച്ചു വരുമായിരിക്കും. അപ്പോൾ എൻ്റെ ഒക്കെ ഓൺ വോയിസ് ആണ് ഇടുന്നത്. അപ്പോൾ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. പിന്നെ എനിക്ക് അതിൽ പറയാനുള്ള കാര്യം, എനിക്ക് വരുമാനത്തിന് വേണ്ടിയല്ല യൂട്യൂബ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് 4-5 ഷോപ്പ് സ്റ്റേഡിയത്തിലുണ്ട്, അത്യാവശ്യം നല്ല വരുമാനം ഉണ്ട് അൽഹംദുലില്ലാഹ്. പിന്നെ കടങ്ങളൊന്നുമില്ല, കടങ്ങളുണ്ടായിരുന്നു വീടിൻ്റെ സെൽഹ വീട്ടുകാരെന്ന് എനിക്കറിയാം. പിന്നെ പ്രത്യേകിച്ച് വേറെ കടങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. പിന്നെ ഈ യൂട്യൂബിൽ അത്യാവശ്യം വണ്ടി ഈ
ഊഞ്ഞാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുക എന്നുള്ള കൂടി ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അപ്പോൾ നിങ്ങൾ കേട്ട് കാണും, യൂട്യൂബിലേക്ക് ഇപ്പോൾ വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സെയിലിംഗ് തന്നെയാണ്. കച്ചവടം നടത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ യൂട്യൂബിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കച്ചവടം തന്നെയാണ് ഈ ചുരൽ കസാല പോലുള്ള സാധനങ്ങൾ സെയിൽ ചെയ്യുക എന്നുള്ളത്. അതിന് തീർച്ചയായിട്ടും ഒരു മാധ്യമം എന്ന നിലയ്ക്ക് അദ്ദേഹം യൂട്യൂബിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഇത്തരത്തിലൊന്നുമല്ല വരുമാനമെന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള 1 അല്ല 2 അല്ല 5 ഷോപ്പുകളിൽ നിന്ന് മാന്യമായ വരുമാനമുള്ള ഒരു വ്യക്തി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ കടങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ സുലു ഇപ്പോഴും പറയുന്നുണ്ട് ലക്ഷക്കണക്കിന് കടങ്ങളുണ്ട് അദ്ദേഹത്തിന് എന്ന രീതിയിലാണ് അവരുടെ ഒരു വാക്കിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ അങ്ങനെയല്ല, അദ്ദേഹത്തിന് നിയമപരമായി ഇപ്പോൾ യാതൊരു കടവും നിലവിൽ ഇല്ല. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനുള്ള പൈസയും ഫീസും അടക്കം ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാ കോസ്റ്റുകളും എല്ലാം തന്നെ അദ്ദേഹം തന്നെയാണ് കൊണ്ടുപോകുന്നത്. അത് മരിക്കുന്നവരെ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യുമെന്നും ഗഫൂർക്ക വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്ലാനിംഗ് ആയ ഒരു പ്രവൃത്തി തന്നെയാണ്. തീർച്ചയായിട്ടും അതിലൊന്നും നമുക്ക് യാതൊരു സംശയവുമില്ല. കുട്ടികളെയും അതുപോലെ തന്നെ ഉമ്മയുടെയും ചെലവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യുന്നത് ഗഫൂർക്ക തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അതുപോലെ നമ്മളെപ്പോലെയുള്ള റിയാക്റ്റിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് തീർച്ചയായിട്ടും ഗഫൂർക്കാക്ക് പറയാനുണ്ട്, ഇതിലൊന്നും ഒരു തെറ്റും അദ്ദേഹം കാണുന്നില്ല. ക്ലിക്ക് ബൈറ്റിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന തമ്പനയിലും ഒന്നും തന്നെ അദ്ദേഹത്തിന് യാതൊരു വൈമനസ്യവുമില്ല. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് മാത്രമേ അദ്ദേഹം നമ്മോട് പറയുന്നുള്ളൂ. അതുകൂടി നമുക്ക് റിയാക്ഷൻകാരോടാണ്. റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. റിയാക്ഷൻ നെഗറ്റീവ് കമൻ്റ് ഒക്കെ നമ്മൾ യോജിക്കുന്നു, അതിലൊന്നും യാതൊരു വിധ തർക്കവുമില്ല. പക്ഷെ അറിയാത്ത കാര്യങ്ങൾ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇടും, അത് സ്വാഭാവികം. ക്ലിക്ക് ബൈറ്റ് കിട്ടിയാലേ വീഡിയോ പോകുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാനും സലിയ ഒരിക്കലും ഡിവോഴ്സായി എവിടെ സലിയ പോലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക, സെപ്പറേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളൂ, അതേ പറയുള്ളൂ. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ നുണ പറയുമ്പോൾ നിങ്ങളുടെ അത് റിയാക്ഷൻ ചെയ്യുന്ന മറ്റുള്ളവരുടെ ക്വാളിറ്റിയാണ് അതിൽ ബാധിക്കുക. നുണ പറയുന്നതുകൊണ്ട് ആ ക്വാളിറ്റി ബാധിക്കും. ഒരുപാട് ആൾക്ക് നല്ല നല്ല വീഡിയോ റിയാക്ഷൻ നമ്മുടെ സായി സാറ്, പിന്നെ അത് നമ്മുടെ കൈസ്, അവരൊക്കെ നല്ല രീതിയിൽ കൃത്യമായിട്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഈ നുണ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യം അത്രയും അംഗീകരിക്കാൻ പറ്റില്ല. അത് പിന്നീട് അവർക്ക് തന്നെ ബാധിക്കുക, അതിൽ കാര്യമില്ല. പിന്നെ നെഗറ്റീവ് കമൻസ് ഇടുമ്പോൾ വളരെ നോക്കി കണ്ടൊക്കെ ഇടുക. കാരണം നെഗറ്റീവ് കമൻസ് നമ്മുടെ എനർജി. എന്നാലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് ബുദ്ധിമുട്ട്. ഇല്ലാത്ത കാര്യം ഉള്ള കാര്യം പറയുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് അതൊരു തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പറയാനുള്ള ഇതൊക്കെ വരും. അപ്പോൾ തീർച്ചയായിട്ടും റിയാക്റ്റിംഗ് വീഡിയോ ചെയ്യുന്നതിനോടും അദ്ദേഹത്തിന് യാതൊരു എതിർപ്പുമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം പച്ചയായ രീതിയിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമെന്ന് എനിക്ക് തോന്നുകയാണ്. പക്ഷേ ചില യൂട്യൂബുകാർ അല്ലെങ്കിൽ ചില വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ശരിക്കുള്ള കണ്ടന്റിനെ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചും മറ്റു തരത്തിൽ നമ്മുടെ സിലുവിനെ മോശമായി ചിത്രീകരിച്ചും ചില ആൾക്കാരെല്ലാം വീഡിയോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനോടൊക്കെയാണ് അദ്ദേഹത്തിന് എതിർപ്പുള്ളത്. അതുപോലെ തന്നെ കമൻ്റ് ഇടുന്ന ചില ആൾക്കാരോടും നല്ല രീതിയിലുള്ള കമൻറ്റും മോശം രീതിയിലുള്ള കമൻറ്റും എല്ലാം അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റിനോട് മാത്രമേ അദ്ദേഹത്തിന് വെറുപ്പും അതുപോലെ തന്നെ ചില വൈമനസ്യവും കാണിക്കുന്നുള്ളൂ എന്നുള്ളത് തന്നെയാണ് സത്യം. തീർച്ചയായിട്ടും അദ്ദേഹം തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ വന്ന് പറയാനുണ്ടായ സാഹചര്യം അദ്ദേഹം പറയുന്നു വരുത്തി വെച്ചതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. തീർച്ചയായിട്ടും സുലു ഉണ്ടാക്കി വെച്ച ഒരു അവസ്ഥ കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ യൂട്യൂബിലേക്ക് വരേണ്ടി വന്നത് എന്നും അതുപോലെ തന്നെ യൂട്യൂബിനെ കുറിച്ചോ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ എനിക്ക് യാതൊരു അറിവുമില്ല എന്നും ഓൺ വോയിസ് ആണ് ഞാൻ കൊടുക്കുന്നത് എന്നും വോയിസ് ഓവർ കൊടുക്കാൻ എനിക്കറിയില്ല. അതുപോലെ കമൻറ്റ് ചെയ്യാനും പിൻ ചെയ്ത് വെക്കാനും ഒന്നും തന്നെ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് അറിയില്ല. ഇനിയുള്ള ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇതെല്ലാം പഠിച്ച് വരണമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നിൽക്കാനും അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഈ കുടുംബജീവിതമാവുന്ന സമയത്ത് തീർച്ചയായും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അത് രണ്ടുപേരും പറഞ്ഞ് തീർക്കലാണ് പതിവ്. ചില സ്ഥലത്ത് മൂന്നാമതൊരാൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയുന്ന സമയത്ത് രണ്ടുപേർക്കും അത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിനൊരു ഉത്തരം കണ്ടെത്താനും എല്ലാം സാധിക്കും. പക്ഷേ ഇതിന് സാധിക്കാത്ത ചില സന്ദർഭങ്ങൾ വരും ജീവിതത്തിൽ. ആ ഒരു സമയത്താണ് ജീവിതം ഛിന്ന ഭിന്നമായി പോകുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം സാധാരണക്കാരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് സിലുവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡായ ഗഫൂർക്കയും ഒരുപാട് സ്ഥലത്ത് പാഞ്ഞ് നടന്നുകൊണ്ട് ഒരുപാട് പേരുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം കേട്ടുകൊണ്ട് അവർക്ക് പുതിയ ഒരു ജീവിതത്തിലേക്ക് ഒരു കൈത്താങ്ങായി മാറുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അത്തരത്തിൽപ്പെട്ട ഒരാൾ മൂന്നാമതൊരാൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീരുന്ന ഒരു പ്രശ്നം മാത്രമേ അവരുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ മനസ്സിലും അതുപോലെ തന്നെ സിലുവിൻ്റെ മനസ്സിലും യഥാർത്ഥമായ സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോലും ഗഫൂർ ഖാനെ മോശകരമായ രീതിയിൽ ഒന്നും തന്നെ സിലു ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാൻ മറ്റാർക്കും അവകാശമില്ല എന്ന രീതിയിലാണ് സിലു പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ സിലുവിനെക്കുറിച്ച് വളരെ മോശകരമായ രീതിയിൽ ഒന്നും തന്നെ ഒരു വാക്കുകൊണ്ട് പോലും ഇന്ന് വരെ ഗഫൂർ ഖായും കുറ്റം പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു, സിലുവിൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ ഇനിയും അഭിപ്രായ വ്യത്യാസങ്ങളെ മാറിക്കൊണ്ട് വീണ്ടും പഴയതിനേക്കാൾ ശക്തിയായ ഒരു ജീവിതത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതകളെല്ലാം ഞാൻ തെളിഞ്ഞു കാണുകയാണ്. തീർച്ചയായും അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് പഠിച്ച തമ്പുരാൻ അവിടെ കൊണ്ട് എത്തിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.